കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മുന്നേറ്റം. 12-ൽ 9 സീറ്റുകളും CPIM നേടി. ചരിത്രത്തിൽ ഇതാദ്യമായി 2 BJP സ്ഥാനാർത്ഥികൾ ജയിച്ചു. കോൺഗ്രസിന് 1 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് വോട്ടെണ്ണൽ നടന്നത്. സിൻഡിക്കേറ്റിലേക്കുള്ള 12 സീറ്റുകളിൽ 3 സീറ്റുകളിൽ ഇടത് പ്രതിനിധികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ബാക്കിയുള്ള 9 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. ഇതിൽ 6 സീറ്റുകളിൽ ഇടത് പ്രതിനിധികൾ വിജയിച്ചു. വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികളായി ഡോക്ടർ പ്രകാശ് KC, ഡോക്ടർ റഹീം K, ഡോക്ടർ പ്രമോദ് MN, ഡോക്ടർ TR മനോജ്, രാജീവ് കുമാർ, അജയ് DN എന്നിവരാണ് വിജയിച്ചത്. ഇതിനു പുറമെ ഡോക്ടർ നസീബ്, ഡോക്ടർ ലെനിൻലാൽ, പ്രൊഫസർ മനോജ് എന്നിവർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഈ കെട്ടകാലത്തും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർത്തു തരിപ്പണമാക്കാൻ ഒരു ഗവർണറും അതിന് കുടപിടിച്ചുകൊണ്ട് കേരളത്തിലെ പ്രമുഖമായ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറും ഗവർണർ നിയോഗിച്ചിട്ടുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന വർഗീയവാദികളായിട്ടുള്ള 10-12 പേരും ശ്രമിച്ചപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് 12 സീറ്റിൽ 9 സീറ്റിലും അഭിമാനകരമായ വിജയമാണ് നമ്മൾ ഇവിടെ നേടിയിരിക്കുന്നത്. BJP പ്രതിനിധികളായി PS ഗോപകുമാറും ഡോക്ടർ വിനോദ് കുമാർ TG നായരും വിജയിച്ചു. ആദ്യമായാണ് സിൻഡിക്കേറ്റിൽ BJP വിജയിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് അഹമ്മദ് ഫൈസലാണ് വിജയിച്ചത്. രാവിലെ വോട്ടെടുപ്പ് കഴിഞ്ഞെങ്കിലും വോട്ടെണ്ണാൻ പറ്റില്ലെന്ന വൈസ് ചാൻസലർ തീരുമാനിച്ചത് തർക്കത്തിനിടയാക്കി. കോടതിയിൽ നിന്ന് വിധി വന്ന ശേഷമേ വോട്ടെണ്ണൽ തുടങ്ങാൻ കഴിയൂന്നായിരുന്നു VCയുടെ നിലപാട്. തുടർന്ന് ഹൈക്കോടതി വിധി ലംഘിക്കുന്നുവെന്നാരോപിച്ച സെനറ്റ് അംഗങ്ങൾ VCയെ ഉപരോധിച്ചു. ഇതിനിടെ SFI പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയത് പോലീസ് തടഞ്ഞു. തുടർന്ന് ഉന്തും തള്ളുമായി. സർവകലാശാല പ്രധാന കവാടത്തിന് മുന്നിൽ SFI പ്രവർത്തകർ കുത്തിയിരുന്നു. 97 അംഗ സെനറ്റിൽ 96 പേർ വോട്ട് രേഖപ്പെടുത്തി. ഹൈക്കോടതിയെ സമീപിച്ച 15 പേരുടെ വോട്ടുകൾ എണ്ണേണ്ടെന്നും സീൽ ചെയ്ത് സൂക്ഷിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഹൈക്കോടതി അനുമതി നൽകിയതിന് പിന്നാലെയാണ് വോട്ടെണ്ണൽ തുടങ്ങിയത്. 24 തിരുവനന്തപുരം.